നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റെഡ് കാർഡിലെ വിവാദം പുകയുകയാണ്. കമവിങ്ക് കൊടുത്ത റെഡ് കാർഡ് ശരിയായോ ഇല്ലയോ, അൺഫെയറായി എന്നാണ് ആൽവാരോ ആർബിലോവയൊക്കെ വാദിക്കുന്നത്. റയൽ മാഡ്രിഡിൻ്റെ താരങ്ങളും വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ്. പക്ഷേ ഓൾറെഡി ഒരു യെല്ലോ കാർഡിൽ നിൽക്കുന്ന താരം അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ഫൗളായി. അതിനുശേഷം റീസ്റ്റാർട്ട് ഡിലേ ചെയ്യിക്കാൻ വേണ്ടി ബോളൊന്ന് ഒന്നിങ്ങനെ കറങ്ങി, എന്നിട്ട് ബോൾ എടുത്ത് വന്ന് അവിടെ ഇടുകയാണ് ചെയ്തത്. ഓൾറെഡി യെല്ലോ കാർഡാണ്. സെക്കൻഡ് യെല്ലോ കിട്ടി, റെഡ് കാർഡായി. കമവിങ്ക പുറത്തു പോയി. അതുവരെ മത്സരത്തിൽ ലീഡ് ചെയ്ത് നിന്ന് അഗ്രിഗേറ്റ് ഈക്വലാക്കി എക്സ്ട്രാ ടൈമിലേക്ക് കളി കൊണ്ടുപോകുമെന്ന് തോന്നിച്ചു നിന്ന റയൽ മാഡ്രിഡിന് പിടിവിട്ടു. ആളെണ്ണം കുറഞ്ഞപ്പോൾ കളി അവർ പൊട്ടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അഗ്രിഗേറ്റ് ഇപ്പോൾ 6-4 വിജയമാണ് ബയൺ മ്യൂണിക്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. കളി കഴിഞ്ഞിട്ട് റഫറിക്ക് നേരെ റയൽ മാഡ്രിഡിൻ്റെ താരങ്ങളെല്ലാവരും കൂടി ശക്തമായിട്ട് പോയി തർക്കിക്കാൻ ശ്രമിച്ചു. റഫറി ഒടുവിൽ ആർദ ഗ്യൂളർക്ക് റെഡ് കാർഡും കൊടുത്തു കളി കഴിഞ്ഞതിന് ശേഷം. സംഭവം വിവാദം കത്തുകയാണ്. ഏതായാലും രണ്ടാം പാദ മത്സരം ബയൺ മ്യൂണിക്ക് 4-3 വിജയിച്ചിരിക്കുകയാണ്. ആദ്യ പാദം അവർ ബെർണാബ്യൂവിൽ 2-1 ജയിച്ചിരുന്നു. കളിയിൽ പൗലോവിച്ചും ഹാരി കെയ്നും ലൂയിസ് ഡയസും മൈക്കൽ ഒലീസയുമാണ് ബയണിൻ്റെ ഗോളുകൾ നേടിയതെങ്കിൽ റയലിനായിട്ട് ആർദ ഗ്യൂളർ 8 ഗോളുകൾ നേടി. കിലിയൻ എംബാപ്പയാണ് ശേഷിക്കുന്ന ഗോൾ കണ്ടെത്തി. സൂപ്പർ ബാച്ചായിരുന്നു. തുടക്കം മുതൽ തീപ്പൊരി പോരാട്ടമായിരുന്നു. റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വിനി ജൂനിയറും കിലിയൻ എംബാപ്പയും ബ്രയൻ ഡയസും ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് ഹാരി കെയ്നും ലൂയിസ് ഡയസും സെർജിൻ ആബ്രിയും ഒലീസയും ഒക്കെ ചേർന്നുകൊണ്ട് ബയണിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. തുടക്കം മുതൽ തീപ്പൊരി പോരാട്ടം എന്ന് പറഞ്ഞാൽ 1ാമത്തെ മിനിറ്റിൽ തന്നെ ആർദ ഗ്യൂളർ പന്ത് വലയിലേക്ക് എത്തിച്ചു. റയൽ ഡിറ്റർമെൻഡ് ആയിരുന്നു ഈ ആദ്യ ഭാഗത്തിലെ തോൽവി അത് ടേൺ ഡൗൺ ചെയ്യാൻ. പക്ഷേ 6ാമത്തെ മിനിറ്റിൽ പൗലോവിച്ചിലൂടെ ബയൺ അതിന് തിരിച്ചടി കൊടുത്തു. നിർത്തിയില്ല. 29ാമത്തെ മിനിറ്റിൽ ആർദ ഗ്യൂളറുടെ അടുത്ത ഗോൾ വരുന്നു. റയൽ മാഡ്രിഡ് വീണ്ടും ലീഡ് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് അപ്പോൾ അവിടെ സമനിലയാവുകയാണ്. എന്നാൽ ഹാരി കെയ്ൻ 38ാമത്തെ മിനിറ്റിൽ ബയണിനെ ഒപ്പം പിടിക്കുന്നു. കഴിഞ്ഞ 42ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബാപ്പയുടെ ഗോൾ 3-2. വാട്ട് എ ഫസ്റ്റ് ഹാഫ്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെ റയൽ മാഡ്രിഡ് അഗ്രിഗേറ്റ് ഈക്വലാക്കി എടുത്ത് നിൽക്കുകയാണ്. രണ്ടാം പകുതിയിൽ അവസരങ്ങളുണ്ടായിരുന്നു, പക്ഷേ പന്ത് വലയിലേക്ക് കയറിയില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കവെയാണ് 86ാമത്തെ മിനിറ്റിൽ കമവിങ്കയ്ക്ക് ഈ പറഞ്ഞ രൂപത്തിൽ റെഡ് കാർഡ് കിട്ടുന്നത്. തുടർന്ന് 3 മിനിറ്റിനകം ലൂയിസ് ഡയസിൻ്റെ ഗോളിലൂടെ ബയൺ മ്യൂണിക്ക് കളി പിടിച്ചു. ഓൾറെഡി 10 പേരായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞ റയൽ മാഡ്രിഡിന് പിന്നീട് പൂർണ്ണമായിട്ടും പിടിവിട്ടു. അവസാന ഘട്ടത്തിൽ ഒലീസയ്ക്ക് വേണമെങ്കിൽ ആ ബോൾ വെറുതെ സമയം കളയായിരുന്നു, അതിന് പോയില്ല. അവൻ മനോഹരമായിട്ട് ആ പന്ത് അടിച്ചു കയറ്റി. അങ്ങനെ 4-3 വിജയത്തിലേക്ക് ബയൺ മ്യൂണിക്ക് രണ്ടാം പാദത്തിലും പോയതോടുകൂടി അഗ്രിഗേറ്റ് 6-4 വിജയത്തോടെ അവരിതാ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. റയൽ മാഡ്രിഡിന് മറ്റൊരു ട്രോഫിലെസ് സീസൺ ലോഡിംഗ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.